നിങ്ങളൊരു കോടീശ്വരനായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക? മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകും? എല്ലാ ദിവസവും നിങ്ങൾ എന്ത് തീരുമാനങ്ങളെടുക്കും? സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നജീവിതത്തിനും ഇടയിലുള്ള ഒരേയൊരു തടസ്സം നിങ്ങളുടെ ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കോടീശ്വരനാണെന്ന് സങ്കൽപ്പിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച്. ചിലർക്ക് തോന്നിയേക്കാം, ഞാനൊരു കോടീശ്വരനല്ല, എനിക്കത്ര പണവുമില്ല, പിന്നെ എങ്ങനെ എനിക്കൊരാളെപ്പോലെ പെരുമാറാൻ പറ്റും? അതിനുത്തരം ഇത് പണത്തെക്കുറിച്ചല്ല, മറിച്ച് ചിന്താഗതിയെക്കുറിച്ചാണ്. കോടീശ്വരന്മാർ സാധാരണക്കാരേക്കാൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അവർക്ക് വ്യത്യസ്തമായ വിശ്വാസങ്ങളും ശീലങ്ങളും ജീവിതത്തോടുള്ള സമീപനവുമുണ്ട്. നല്ല വാർത്തയെന്തെന്നാൽ, ഒരു കോടീശ്വരനെപ്പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഡോളർ ബാങ്കിൽ ആവശ്യമില്ല. അത് തുടങ്ങുന്നത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും കഴിയില്ലെന്ന് വിചാരിച്ചാലും നിങ്ങൾ വിചാരിക്കുന്നത് ശരിയായിരിക്കും എന്ന് പറയുന്നതുപോലെ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. ഒരു കോടീശ്വരനാകണമെങ്കിൽ ആദ്യം ഒരു കോടീശ്വരനെപ്പോലെ ചിന്തിക്കണം. അതെന്തായിരിക്കും? കോടീശ്വരന്മാർക്ക് ഒരു വളർച്ചാ ചിന്താഗതിയുണ്ട്. അവർക്ക് എപ്പോഴും പഠിക്കാനും വളരാനും മെച്ചപ്പെടാനും കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. പരാജയത്തെ അവർ ഒരു സ്ഥിരം തിരിച്ചടിയായി കാണുന്നില്ല, മറിച്ച് വിജയത്തിലേക്കുള്ള വഴിയിലെ ഒരു താൽക്കാലിക തടസ്സമായി മാത്രം കാണുന്നു. കോടീശ്വരന്മാർക്ക് ജീവിതത്തിൽ ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടുണ്ട്. അവർ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു, അല്ലാതെ മോശം കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് സമയം കളയുന്നില്ല. അവർ ഒഴികഴിവുകൾ പറയുന്നതിനു പകരം അവസരങ്ങൾ തേടുന്നു. അവരെ പ്രചോദിപ്പിക്കാനും പ്രേരിപ്പിക്കാനും കഴിയുന്ന പോസിറ്റീവും വിജയകരവുമായ ആളുകളോടൊപ്പം അവർ സമയം ചെലവഴിക്കുന്നു. പക്ഷേ കോടീശ്വരനെപ്പോലെ ചിന്തിച്ചാൽ മാത്രം പോരാ, അവരെപ്പോലെ പ്രവർത്തിക്കുക കൂടി വേണം. കോടീശ്വരന്മാർ മുൻകൈയെടുക്കുന്നവരാണ്. അവർ അവസരങ്ങൾക്കായി കാത്തിരിക്കില്ല, മറിച്ച് അവർ സ്വന്തമായി അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അവർ ആസൂത്രിതമായി അപകടസാധ്യതകൾ ഏറ്റെടുക്കുന്നു. സ്വന്തം സ്വപ്നങ്ങളിൽ അവർ നിക്ഷേപിക്കുന്നു. അവിടെയാണ് അതുപോലെ പ്രവർത്തിക്കുക എന്നതിന്റെ ശക്തി വരുന്നത്. നിങ്ങൾ ഒരു കോടീശ്വരനാണെന്ന് കരുതി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായ തീരുമാനങ്ങളെടുക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾ ലോകത്തിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. അതെങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാം? ഉദാഹരണത്തിന്, നിങ്ങളൊരു നെറ്റ്വർക്കിംഗ് പരിപാടിയിൽ പോവുകയാണെങ്കിൽ, ഒരു കോടീശ്വരനെപ്പോലെ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ മൂലയിൽ ഒളിച്ചിരിക്കില്ല, സംസാരിക്കാൻ മടിച്ചു നിൽക്കില്ല. നിങ്ങൾ ധൈര്യമായി ആകാംക്ഷയോടെ പുറത്തിറങ്ങി രസകരമായ ആളുകളുമായി സംസാരിക്കാനും അവർക്ക് മൂല്യം നൽകാൻ കഴിയുന്ന വഴികൾ കണ്ടെത്താനും ശ്രമിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുകയാണെങ്കിൽ, ഒരു കോടീശ്വരനെപ്പോലെ പെരുമാറുകയാണെങ്കിൽ ഭയം നിങ്ങളെ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല. നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് നന്നായി പഠിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ ആസൂത്രിതമായി അപകടസാധ്യതകൾ ഏറ്റെടുക്കും. സംഗതി ഇത്രയുള്ളൂ, നിങ്ങളൊരു കോടീശ്വരനാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊരു കോടീശ്വരന്റെ സ്വഭാവഗുണങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങും. കാലക്രമേണ ആ ഗുണങ്ങളും സ്വഭാവങ്ങളും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ സ്വാഭാവിക ഭാഗമായി മാറും. ഇത് ബാഹ്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രമല്ല, ആന്തരികമായ വിശ്വാസങ്ങളെക്കുറിച്ചുകൂടിയാണ്. നിങ്ങളൊരു കോടീശ്വരനെപ്പോലെ പെരുമാറുമ്പോൾ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു. വിജയത്തിനും സമൃദ്ധിക്കും നിങ്ങൾ അർഹനാണെന്ന് നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചം നിങ്ങളെ പിന്തുണയ്ക്കുമെന്നും നയിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു. അവിടെയാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ അനുകൂലിക്കാൻ തുടങ്ങുന്നു. അവസരങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. ആളുകൾ നിങ്ങളെ പിന്തുണയ്ക്കാനെത്തുന്നു. പണം നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. ജോഹാൻ വോൾഫ്ഗാങ് വോൺ ഗേഥയുടെ പ്രസിദ്ധമായ വാക്യം പോലെ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതോ സ്വപ്നം കാണാൻ കഴിയുന്നതോ ആയ എന്ത് കാര്യവും തുടങ്ങുക. ധൈര്യത്തിന് പ്രതിഭയും ശക്തിയും മാന്ത്രികതയുമുണ്ട്. നിങ്ങളൊരു കോടീശ്വരനാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ ധൈര്യത്തെയും പ്രതിഭയെയും ശക്തിയെയും മാന്ത്രികതയെയും ഉപയോഗിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ നിങ്ങൾക്കായി ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. സമൃദ്ധിയും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു യാഥാർത്ഥ്യം. എങ്കിലും ചിലർക്കിത് വലിയൊരു കാര്യമായി തോന്നാം. ഞാനൊരു കോടീശ്വരനാകുന്നതിൽ നിന്ന് വളരെ അകലെയാണ്. എനിക്ക് കടമുണ്ട്, ബില്ലുകൾ അടയ്ക്കാനുണ്ട്, എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അതിനുത്തരം, ചെറുതായി തുടങ്ങുക. ഒരു കോടീശ്വരൻ എടുക്കുന്ന ഒരു ചെറിയ കാര്യം ചെയ്യുക. ഒരുപക്ഷെ ഓരോ ആഴ്ചയും ചെറിയ തുക മാറ്റിവെച്ച് സ്വപ്നങ്ങളിൽ നിക്ഷേപിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് അവരുടെ ഉപദേശമോ മാർഗനിർദ്ദേശമോ ചോദിക്കുക. അല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കോഴ്സ് എടുക്കുകയോ ഒരു പുസ്തകം വായിക്കുകയോ ചെയ്യുക. കാര്യമിതാണ്, നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാം മനസ്സിലാക്കേണ്ടതില്ല. ഒറ്റ രാത്രി കൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ചെറിയ സ്ഥിരമായ ചുവടുകൾ വെച്ച് തുടങ്ങിയാൽ മാത്രം മതി. അങ്ങനെ ചെയ്യുമ്പോൾ അവിശ്വസനീയമായ എന്തോ ഒന്ന് സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾക്കൊരു ഊർജ്ജം ലഭിക്കാൻ തുടങ്ങും. പുരോഗതി കാണാൻ തുടങ്ങും. നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും കഴിവുമുള്ളവനായി തോന്നും. നിങ്ങളൊരു കോടീശ്വരനെപ്പോലെ പെരുമാറുക മാത്രമല്ല, ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം കോടീശ്വരനാവുക എന്നത് ബാങ്കിൽ ഒരു നിശ്ചിത തുക പണമുണ്ടാകുന്നതല്ല, മറിച്ചൊരു പ്രത്യേകതരം ജീവിത നിലവാരം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നേടുന്നതിനെക്കുറിച്ചാണ്. ലോകത്തിൽ ഒരു മാറ്റമുണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ നിലവിലെ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും
നമുക്കെല്ലാവർക്കും അത് നേടാൻ കഴിയും. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കുമുണ്ട്. നമ്മുടെ സ്വന്തം യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന വെല്ലുവിളി ഇതാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കോടീശ്വരനാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുക. ഒരാളെപ്പോലെ ചിന്തിക്കുക, ഒരാളെപ്പോലെ പ്രവർത്തിക്കുക, ഒരാളെപ്പോലെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത വിധത്തിൽ മാറുന്നത് കാണുക. ഇപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം, ഞാൻ പരാജയപ്പെട്ടാലോ, ഞാൻ ഒരു റിസ്ക് എടുത്തിട്ടത് വിജയിച്ചില്ലെങ്കിലോ, ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് തിരസ്കരണമുണ്ടായെങ്കിലോ? അതിനുത്തരം, സാരമില്ല. പരാജയം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, വിജയത്തിലേക്കുള്ള യാത്രയുടെ ഒരു ഭാഗമാണ്. എല്ലാ കോടീശ്വരന്മാരും, എല്ലാ വിജയിച്ച ആളുകളും വഴിയിൽ എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട്. വ്യത്യാസമെന്തെന്നാൽ അവർ ആ പരാജയത്തെ തങ്ങളെ നിർവചിക്കാൻ അനുവദിച്ചില്ല. സ്വപ്നങ്ങൾ പിന്തുടരുന്നതിൽ നിന്ന് അവർക്ക് പരാജയം തടസ്സമായില്ല. അതിനുപകരം അവർ പരാജയത്തെ ഒരു പഠനാവസരമായി ഉപയോഗിച്ചു. വളരാനും അനുരൂപപ്പെടാനും കൂടുതൽ ശക്തനും പ്രതിരോധശേഷിയുള്ളവനുമാകാനുമുള്ള ഒരവസരമായി അവർ അതിനെ കണ്ടു. അതാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. യാത്രയുടെ ഒരു ആവശ്യമായ ഭാഗമായി പരാജയത്തെ ഉൾക്കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരസ്കരണത്തെ വഴിതിരിച്ചുവിടലായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ തടസ്സവും ഓരോ തിരിച്ചടിയും നിങ്ങളെ അതിലും വലിയ ഒന്നിനായി തയ്യാറാക്കുകയാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്ക് അങ്ങനെയൊരു ചിന്താഗതിയുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴിവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ ഒന്നിനും നിങ്ങളെ തടയാൻ കഴിയില്ല. നിങ്ങൾ തടയാനാവാത്തവനായിത്തീരും. അതാണ് അതുപോലെ പ്രവർത്തിക്കുക എന്നതിന്റെ ശക്തി. നിങ്ങൾ ഒരു കോടീശ്വരന്റെ ഗുണങ്ങളും സ്വഭാവങ്ങളും ഉൾക്കൊള്ളാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ അവരെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാളായിത്തീരും. അത് സമയത്തിന്റെ മാത്രം കാര്യമാണ്. പക്ഷേ എല്ലാം ഒരു തിരഞ്ഞെടുപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളിൽ വിശ്വസിക്കാനും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാനുമുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതിനാൽ ഇന്ന് ആ തിരഞ്ഞെടുപ്പ് നടത്തുക. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കോടീശ്വരനാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുക. ഒരാളെപ്പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിശ്വസിക്കാനും തിരഞ്ഞെടുക്കുക. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ വരുമെന്ന് വിശ്വസിക്കുക. അവസരങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമെന്നും ആളുകൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ വരുമെന്നും പണം നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങുമെന്നും വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് ആ വിശ്വാസം, ആ ബോധ്യം, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ അചഞ്ചലമായ വിശ്വാസം എന്നിവയുണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. അതിനാൽ പുറത്തുപോയി അത് യാഥാർത്ഥ്യമാക്കൂ. പുറത്തുപോയി നിങ്ങളുടെ സ്വപ്നജീവിതം സൃഷ്ടിക്കൂ. പുറത്തുപോയി നിങ്ങൾ എപ്പോഴുമാകാൻ ആഗ്രഹിച്ച കോടീശ്വരനായി മാറുക. എല്ലാം ഒരു തിരഞ്ഞെടുപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ്. അതിനാൽ ഇന്ന് ആ തിരഞ്ഞെടുപ്പ് നടത്തുക. ഇന്ന് ആ തീരുമാനമെടുക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത വിധത്തിൽ മാറുന്നത് കാണുക. കാരണം എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ മനസ്സിൽ വെച്ച എന്ത് കാര്യവും നേടാൻ നിങ്ങൾക്ക് കഴിയും. സമൃദ്ധിയും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അതിൽ വിശ്വസിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം അതുപോലെ പ്രവർത്തിക്കുക. അതുകൊണ്ട് പുറത്തുപോയി അത് യാഥാർത്ഥ്യമാക്കൂ. പുറത്തുപോയി നിങ്ങൾ എപ്പോഴുമാകാൻ ആഗ്രഹിച്ച കോടീശ്വരനായി മാറുക. നിങ്ങളുടെ സമയമിതാ, നിങ്ങളുടെ നിമിഷമിതാ. അത് പിടിച്ചെടുക്കൂ, സ്വന്തമാക്കൂ. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. കാരണം നിങ്ങളിപ്പോൾ തന്നെ ഒരു കോടീശ്വരനാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുമ്പോൾ, ഒരാളെപ്പോലെ ചിന്തിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതിന് അതിരുകളില്ല. നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഗുണങ്ങളും സ്വഭാവങ്ങളും ഉൾക്കൊള്ളാൻ തുടങ്ങുമ്പോൾ, അവരെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കായി ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഇത് എപ്പോഴും എളുപ്പമായിരിക്കില്ല. നിങ്ങൾക്ക് സ്വയം സംശയം തോന്നുന്ന, തിരിച്ചടികളും വെല്ലുവിളികളും നേരിടുന്ന, നിങ്ങൾ ശരിയായ പാതയിലാണോ എന്ന് സംശയിക്കുന്ന സമയങ്ങളുണ്ടാകും. അപ്പോഴാണ് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കേണ്ടത്. ഈ യാത്ര തുടങ്ങിയതിന്റെ കാരണമെന്താണെന്ന് നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കേണ്ടത്. നിങ്ങളെ വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും മികച്ചവനാകാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കേണ്ടത്. കാരണം സത്യം പറഞ്ഞാൽ വിജയം ഒരു നേർരേഖയല്ല. അത് ഉയർച്ച താഴ്ചകളുടെ, വളവുകളുടെയും തിരിവുകളുടെയും, പരാജയങ്ങളുടെയും വിജയങ്ങളുടെയും ഒരു പരമ്പരയാണ്. ആ യാത്രയിലൂടെ മുന്നോട്ടു പോകാനുള്ള ഒരേയൊരു വഴി നിങ്ങളുടെ കാഴ്ചപ്പാടിനോട്, നിങ്ങളുടെ മൂല്യങ്ങളോട്, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തോട് പ്രതിബദ്ധത പുലർത്തുക എന്നതാണ്. അവിടെയാണ് അതുപോലെ പ്രവർത്തിക്കുക എന്നതിന്റെ ശക്തി വരുന്നത്. നിങ്ങൾ ഇതിനകം വിജയിച്ച ഒരാളാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുമ്പോൾ, അവരുടെ സ്വപ്നങ്ങൾ ഇതിനകം നേടിയ ഒരാളെപ്പോലെ ചിന്തിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ നിങ്ങൾക്കായി ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടുമായി യോജിക്കുന്ന ആളുകളെയും അവസരങ്ങളെയും നിങ്ങൾ ആകർഷിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് ഊർജ്ജവും ആത്മവിശ്വാസവും ലഭിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് പുരോഗതിയും ഫലങ്ങളും കാണാൻ തുടങ്ങുന്നു. അവസാനം നിങ്ങൾ അതുപോലെ പ്രവർത്തിക്കുകയല്ല, അത് ജീവിക്കുകയാണ്. അത് നിങ്ങളുടെ വ്യക്തിത്വമായി മാറുകയാണ്. നിങ്ങൾ എപ്പോഴുമാകാൻ ആഗ്രഹിച്ച വ്യക്തിയായി നിങ്ങൾ മാറുകയാണ്. പക്ഷേ എല്ലാം ഒരു തിരഞ്ഞെടുപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളിൽ വിശ്വസിക്കാനും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാനുമുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതിനാൽ ഇന്ന് ആ തിരഞ്ഞെടുപ്പ് നടത്തുക. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കോടീശ്വരനാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുക. ഒരാളെപ്പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിശ്വസിക്കാനും തിരഞ്ഞെടുക്കുക. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ വരുമെന്ന് വിശ്വസിക്കുക.
അവസരങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമെന്നും ആളുകൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ വരുമെന്നും പണം നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങുമെന്നും വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് ആ വിശ്വാസം, ആ ബോധ്യം, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ അചഞ്ചലമായ വിശ്വാസം എന്നിവയുണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. ഇപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം, വിജയിക്കാൻ ആവശ്യമായ കഴിവുകളോ അറിവോ അനുഭവപരിചയമോ എനിക്കില്ലെങ്കിലോ, ഞാൻ ആദ്യം മുതലാണ് തുടങ്ങുന്നതെങ്കിലോ? അതിനുത്തരം, എല്ലാവരും എവിടെയെങ്കിലും നിന്നാണ് തുടങ്ങുന്നത്. എല്ലാ വിജയിച്ച ആളുകളും, എല്ലാ കോടീശ്വരന്മാരും, എല്ലാ ശതകോടീശ്വരന്മാരും ഒന്നുമില്ലായ്മയിൽ നിന്നാണ് തുടങ്ങിയത്. അവർ ഒരു ആശയത്തിൽ, ഒരു സ്വപ്നത്തിൽ, ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് തുടങ്ങിയത്. അവരുടെ വിഭവങ്ങളുടെ കുറവോ അനുഭവപരിചയത്തിന്റെ കുറവോ അവരെ പിന്നോട്ട് വലിക്കാൻ അവർ അനുവദിച്ചില്ല. അവരുടെ ഭയമോ സംശയമോ അനിശ്ചിതത്വമോ അവരെ തടയാൻ അവർ അനുവദിച്ചില്ല. അവർ തുടങ്ങി. അവർ ഒരു ചെറിയ ചുവടുവെച്ചു, പിന്നെ മറ്റൊന്ന്, പിന്നെ മറ്റൊന്ന്. അവർക്ക് ഒരു ഊർജ്ജം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ, പുരോഗതിയും ഫലങ്ങളും കാണാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ആത്മവിശ്വാസം ലഭിച്ചു, അറിവും കഴിവുകളും ലഭിച്ചു, അനുഭവപരിചയം ലഭിച്ചു. അവർ എപ്പോഴും സ്വപ്നം കണ്ട ജീവിതം ജീവിക്കാൻ തുടങ്ങി. അവർ ലോകത്തിൽ ഒരു മാറ്റമുണ്ടാക്കി. അവർ സമ്പത്തും സമൃദ്ധിയും സൃഷ്ടിച്ചു. അവർ സ്വന്തം നിബന്ധനകളിൽ ജീവിച്ചു. അതാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലെങ്കിൽ പോലും തുടങ്ങാനുള്ള ധൈര്യമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ പോലും മുന്നോട്ടു പോകാനുള്ള വിശ്വാസമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരാജയത്തിൽ നിന്ന് തിരിച്ചുവരാനും തെറ്റുകളിൽ നിന്ന് പഠിക്കാനും മുന്നോട്ടു പോകാനുമുള്ള പ്രതിരോധശേഷിയുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം വിജയിക്കാൻ അതാണ് വേണ്ടത്. ഒരു കോടീശ്വരനാകാനും, ഒരു നേതാവാകാനും, ഒരു മാറ്റമുണ്ടാക്കുന്നവനാകാനും അതാണ് വേണ്ടത്. അതിന് ധൈര്യവും വിശ്വാസവും പ്രതിരോധശേഷിയും എല്ലാറ്റിനുമുപരിയായി അതുപോലെ പ്രവർത്തിക്കാനുള്ള മനസ്സും വേണം. നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെപ്പോലെ ചിന്തിക്കാനും വിശ്വസിക്കാനും പ്രവർത്തിക്കാനുമുള്ള മനസ്സും വേണം. അതുകൊണ്ട് ഇന്ന് തുടങ്ങുക, അല്ലെങ്കിൽ നാളെ തുടങ്ങുക. പക്ഷേ തുടങ്ങുക. ഒരു ലക്ഷ്യം വെച്ച് ഒരു പദ്ധതിയുണ്ടാക്കി നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ഒരു ചെറിയ ചുവട് വെച്ച് തുടങ്ങുക. നിങ്ങളിൽ വിശ്വസിക്കുന്ന, നിങ്ങളെ പിന്തുണയ്ക്കുന്ന, മികച്ചവനാകാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിച്ച് തുടങ്ങുക. നിങ്ങളിൽ നിക്ഷേപിച്ച് പഠിച്ച് വളർന്ന് നിങ്ങളുടെ കഴിവുകളും അറിവും വികസിപ്പിച്ചു തുടങ്ങുക. എല്ലാറ്റിനുമുപരിയായി നിങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുക. നിങ്ങൾ ഇപ്പോൾ തന്നെയാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുക. കാരണം നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ, നിങ്ങൾ ആ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ, നിങ്ങൾ ആ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ നിങ്ങൾക്കായി ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ സമൃദ്ധിയെയും അവസരങ്ങളെയും ആകർഷിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ലോകത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ തുടങ്ങുന്നു. അവസാനം നിങ്ങൾ അതുപോലെ പ്രവർത്തിക്കുകയല്ല, അത് ജീവിക്കുകയാണ്. അത് നിങ്ങളുടെ വ്യക്തിത്വമായി മാറുകയാണ്. നിങ്ങൾ എപ്പോഴും ആകാൻ ആഗ്രഹിച്ച വ്യക്തിയായി നിങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് പുറത്തുപോയി അത് യാഥാർത്ഥ്യമാക്കൂ. പുറത്തുപോയി നിങ്ങളുടെ സ്വപ്നജീവിതം സൃഷ്ടിക്കൂ. പുറത്തുപോയി നിങ്ങൾ എപ്പോഴും ആകാൻ ആഗ്രഹിച്ച കോടീശ്വരനായി, നേതാവായി, മാറ്റമുണ്ടാക്കുന്നവനായി മാറുക.